സത്യത്തിൽ പി ടി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും ഇന്ത്യൻ ജുഡീഷ്യറിയെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ന്യായമായിട്ടും ആ കുട്ടിക്ക് അനുകൂലമായിട്ടുള്ള, അതായത് ആ കുട്ടിയെ ഇതുപോലെ ബുദ്ധിമുട്ടിച്ച ആളുകൾക്കെതിരെ തീർച്ചയായിട്ടും വിധി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരുപാട് സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായ സമയമാണ്. അതായത് പലരും ആ സമയത്ത് മൊഴി മാറ്റി പറയുന്ന രീതിയിലേക്ക് വരുന്നു. പക്ഷേ അന്നും കൃത്യമായിട്ടുള്ളൊരു നിലപാടിൽ ഉറച്ചു നിന്ന ആളുകൂടിയാണ് പി ടി. സത്യമാണ്. അന്നത്തെ ദിവസം തൊട്ട് ഓർക്കുകയാണെങ്കിൽ പി ടി അന്ന് അസ്വസ്ഥനായിരുന്നത് സ്വന്തം മകൾക്കൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം വിഷമം ഉണ്ടാവുമോ. ഒരു പിതാവിൻ്റെ വേദനയോടെ പി ടി അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല എന്നുള്ളത് കൃത്യം ഓർക്കുകയാണ്. മാത്രമല്ല ആ കുട്ടിക്ക് പ്രചോദനം കൊടുത്ത് നിർബന്ധമായിട്ടും നാളെകളിൽ ഒരാൾക്കും ഇതുപോലെയുള്ളൊരനുഭവം ഉണ്ടാവാൻ പാടില്ല. ഈ ഫീൽഡിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതായിട്ട് ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു മുന്നിൽ വന്ന് ഇതിനെതിരെ പോരാടാൻ ഒരാൾ വന്നിട്ടില്ല. അതുകൊണ്ട് മോളങ്ങനെ ചെയ്യരുത്, ഇതിനെതിരെ സത്യം എന്തായാലും ജയിക്കും എന്നുള്ളൊരു ധൈര്യം കൊടുത്ത് പി ടിയുടെ ഫോണിൽ നിന്ന് തന്നെയാണ് ഐ ജിയെ വിളിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ സംസാരിക്കുകയും ഈ കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആ കുട്ടി പറയുകയും ചെയ്തത്.